മക്കളെ, ഇത് നൂറുകണക്കിന് ആളുകൾ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം വീണ്ടും ശക്തിപ്പെടുത്തും. ജെറൂസലമിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ കാതോർത്തിരിക്കുകയാണ്. ഈ വരുന്ന വചനം വലിയ വിടുതലും അനുഗ്രഹവും നമുക്ക് തരും. വലിയ ദുഃഖങ്ങൾ, വലിയ ക്ലേശങ്ങൾ, വലിയ മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ ഒക്കെ അകപ്പെട്ടവര് വചനമാകുന്ന യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. മകളെ, എത്ര വലിയ ദുരിതമാണെങ്കിലും, എത്ര വലിയ ദൗർഭാഗ്യമായാലും ഈശോ പറയുന്നു, ശാന്തത കൈവിടരുത്. ശാന്തത പകരുന്ന ദൈവമാണ് ഞാൻ. പലതരത്തിലുള്ള ദുരിതങ്ങളുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവർ, യുദ്ധഭീഷണിയുള്ളവര്, പകർച്ചവ്യാധികൾ ഉള്ളവര്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉള്ളവര്, വിട്ടുമാറാത്ത രോഗപീഠ മാറി മാറി വരുന്നവര്, അപ്രതീക്ഷിതമായ ചില വേർപാടുകള്, വാഹന അപകടങ്ങള്, ഓപ്പറേഷന്റെ തിക്തമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കുന്നവര്, വൈകല്യങ്ങൾ, വൈരൂപ്യങ്ങൾ, എല്ല് പൊളിയുന്ന വേദനകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വചനം നമ്മോട് പറയുകയാണ്, ശാന്തത കൈവിടരുത്. ദൈവം ഇതാ നിന്റെ അടുത്ത് നിൽക്കുകയാണ്. ചില ദൗർഭാഗ്യങ്ങൾ നമ്മിൽ തന്നെ ഉണ്ടാകാം. ദേഷ്യം, കോപം, എല്ലാറ്റിനോടും ഒരു എതിർപ്പ്, എപ്പോഴും വഴക്കും വക്കാണവും, എപ്പോഴും എല്ലാവരോടും ഒരു എതിർ ചിന്ത. മനസ്സ് പിടിച്ചാൽ കിട്ടാത്തതുപോലെയല്ലേ? അപ്രകാരമുള്ളവരോട് ഈശോ പറയുന്നു, കുഞ്ഞേ, നീ എന്റെ വേദനയിലേക്കൊന്ന് നോക്കൂ, നീ എന്റെ മുറിവുകളിലേക്കൊന്ന് നോക്കൂ. ഞാൻ വേദനിച്ചിടത്തോളം നീ വേദനിച്ചിട്ടുണ്ടോ? കുരിശിലേക്കൊന്ന് ഉറ്റുനോക്കിയേ. ഞാൻ മുറിവേറ്റിടത്തോളം നീ മുറിവ് അണിഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ ഉൾമുടിയിലേക്ക് നോക്കിയേ. ഞാൻ കരഞ്ഞിടത്തോളം നീ കരഞ്ഞിട്ടുണ്ടോ? ഞാൻ തകർക്കപ്പെട്ടതുപോലെ നീ തകർന്നിട്ടുണ്ടോ? ഞാൻ ഒറ്റപ്പെട്ടതുപോലെ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ നീ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നിന്ദിക്കപ്പെട്ടതുപോലെ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? മകളെ, നമ്മുടെ ദുരിതങ്ങൾ യേശു വഹിക്കുകയാണ്. നമ്മുടെ ഞെരുക്കങ്ങൾ യേശു ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശാന്തമാകൂ, ബി കൂൾ. ശാന്തത കൈവിടരുത്. നഷ്ടവും നേട്ടവും ഉയർച്ചയും തകർച്ചയും മാറി മാറി വരുമ്പോഴും ശാന്തത കൈവിടരുത്. കാത്തിരിക്കാനുള്ള ക്ഷമയും ശാന്തതയും മനഃശക്തിയും വചനമാണ് നമുക്ക് തരുന്നത്. വിശ്വസിക്കുക, എഴുതി വെച്ച് പല പ്രാവശ്യം പ്രാർത്ഥിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും, ഇത് ഷെയർ ചെയ്യുന്ന എത്തിച്ചേരുന്ന എല്ലാ വ്യക്തികളോടും, എല്ലാ കുടുംബങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.